ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മൾ വായിക്കുന്നത് നാഹൂം പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ നിന്നാണ്. നാഹൂം പ്രവാചകൻ ഒരു ചെറിയ പ്രവാചകനാണ്. ഈ ചെറിയ പ്രവാചകന്റെ പുസ്തകത്തില് 3 അധ്യായങ്ങളാണുള്ളത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 7-ാം നൂറ്റാണ്ടിലാണ്. നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ഈ പ്രവചന ഗ്രന്ഥം വായിച്ചു കേൾക്കാം. നിനിവയുടെ മേൽ വിധി. നിനിവയെ സംബന്ധിച്ചുള്ള പ്രവചനം എൽക്കോഷാനായ നാഹൂമിന്റെ ദർശന ഗ്രന്ഥം. കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തന്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വയ്ക്കുകയും ചെയ്യുന്നു. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത. മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. അവിടുന്ന് കടലിനെ ശാസിക്കുകയും വറ്റിച്ചു കളയുകയും ചെയ്യുന്നു. നദികളെ അവിടുന്ന് വരട്ടുന്നു. ബാഷാനും കാർമലും ഉണങ്ങുകയും ലെബനോനിലെ പുഷ്പങ്ങൾ വാടുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ അവിടുത്തെ മുമ്പിൽ പ്രകമ്പനം കൊള്ളുന്നു. മലകൾ ഉരുകിപ്പോകുന്നു. ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും അവിടുത്തെ മുമ്പിൽ ശൂന്യമായി തീരുന്നു. അവിടുത്തെ രോഷത്തിനു മുമ്പിൽ നിലകൊള്ളാൻ ആർക്ക് കഴിയും? അവിടുത്തെ കോപാഗ്നി ആർക്ക് സഹിക്കാനാവും? അഗ്നി പോലെ അവിടുത്തെ ക്രോധം വർഷിക്കപ്പെടുന്നു. അവിടുന്ന് പാറകളെ ഉടച്ചു കളയുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ അവിടുന്ന് തന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും. അവിടുന്ന് അവരെ അന്ധകാരത്തിലേക്ക് അനുധാവനം ചെയ്യും. കർത്താവിനെതിരായി നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്? അവിടുന്ന് അത് നിശേഷം തകർക്കും. ശത്രുക്കളുടെ മേൽ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുകയില്ല. കെട്ടുപിണഞ്ഞു കിടക്കുന്ന മുൾപ്പടർപ്പ് പോലെ, ഉണങ്ങിയ വക്യോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്ത ഒരുവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ ശക്തിയും എണ്ണവും എത്ര അധികമായാലും അവർ വിച്ഛേദിക്കപ്പെടും, ഇല്ലാതാകും. ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല. എന്റെ നുകം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. കർത്താവ് നിന്നെപ്പറ്റി കൽപ്പിച്ചിരിക്കുന്നു, എന്റെ നാമം മേലിൽ നിലനിൽക്കുകയില്ല. നിന്റെ ദേവന്മാരുടെ ആലയത്തിൽ നിന്നും കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഞാൻ വെട്ടിമാറ്റും. ഞാൻ നിനക്ക് ശവകുഴി ഉണ്ടാക്കും, എന്തെന്നാൽ നീ നികൃഷ്ടനാണ്. സത്വാർത്ത കൊണ്ടുവരുന്നവന്റെ സമാധാനം പ്രഘോഷിക്കുന്ന ഇവന്റെ പാദങ്ങൾ ഇതാ മലമുകളിൽ. യൂദ, നീ നിന്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക. എന്തെന്നാൽ ഇനി ഒരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല. അവൻ നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. വചനം വളരട്ടെ, മനസ്സുകൾക്ക് മാറ്റം സംഭവിക്കട്ടെ, കർത്താവിന്റെ പദ്ധതിയിലേക്ക് കടന്നു വരട്ടെ. ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ഒരു മുള കിളിർത്തു വരും. ജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെയും മുളകൾ കിളിർത്തു വരും. ദൈവസ്നേഹത്തിലേക്ക് വരും, ദൈവിക പദ്ധതിയിലേക്ക് വരും. അതിനായി നിങ്ങൾ പരിശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.